സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അനുഭവിപ്പാനിടയായി തീരട്ടെ. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്ന് ചെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നല്ലൊരു ജീവിതാനുഭവമായി കടന്നു വരുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തിനായ സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളെ ആത്മീകമായി പ്രചോദിപ്പിക്കുന്ന സമയമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ കടപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്ത് ഞാൻ ആരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ വളരെ നല്ല ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് ആസാമിൽ നിന്ന് പ്രിയ കർത്താരദാസൻ പാസ്റ്റർ നിതിൻ ഭരതാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ നിതിൻ പാസ്റ്ററെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ദൈവത്തിൻ്റെ സ്തോത്രത്തിൽ സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. പ്രത്യേകിച്ചും ആസാമിൽ നിന്നാണ് എന്ന് കേൾക്കുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. കാരണം അസാദിയുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാം, എൻ്റെ കുട്ടിക്കാലമൊക്കെ കുറേ നാളുകൾ ഞാനായി ആസാമിലൊക്കെ ചെലവഴിച്ചത് കൊണ്ട് ആസാമിനോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ എത്ര നാളായി പാസ്റ്റർ ഇപ്പോൾ ആസാമിലായിട്ട്? പാസ്റ്റർ ഞാൻ ആസാമിൽ വന്നിട്ട് ഇപ്പൊ 6 വർഷമാകാനായി. 6 വർഷമാകുന്നു. 6 വർഷം കഴിഞ്ഞു. ഫെബ്രുവരിയിലായ 6 വർഷം കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആസാമിലെത്തി എന്ന് പറയാം അല്ലേ? അതെ അതെ. കർത്താവിൻ്റെ വേലയിൽ ആദ്യത്തെ അസൈൻമെന്റ് ആസാമിലേക്ക് തന്നെയാണോ? യെസ്, അതാണ് കറക്റ്റ്. ഓ, അത് ശരി. എന്താ ആസാം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ദൈവസന്നിധിയില് 3 ദിവസത്തെ ഒരു ഉപവാസം പ്രാർത്ഥനയും ചെയ്യുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിനോട്ടുള്ള വലിയൊരു ഭാരം കർത്താവ് തന്നു. അങ്ങനെയാണ് ഞാൻ ആസാമിലോട്ട് വരാനുള്ള മെയിൻ കാരണം. അതോടൊപ്പം തന്നെ ഞാൻ പോയൊരു യൂത്ത് ക്യാമ്പിൽ ഇവിടെ ആസാമിൽ നിന്നൊരു ദേവദാസന്റെ സാക്ഷ്യം എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. അപ്പൊ അത് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് 3 ദിവസം ഒരു പ്രാർത്ഥന എന്റെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് ദൈവം നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് വലിയൊരു ഭാരം തന്നു. അങ്ങനെയാണ് ആസാമിലോട്ട് ആദ്യം കടന്നു വരുന്നത്. ശരി. അപ്പോൾ അങ്ങനെ ആസാമിലേക്ക് ഗൈഡ് ചെയ്യപ്പെട്ടു. നാട്ടിലെവിടെയാണ്? നാട്ടില് ഞാൻ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്വദേശത്താണ് പാസ്റ്റർ. കാസർഗോഡും കണ്ണൂരിന്റെയും ബോർഡർ ആയിട്ടുള്ള തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്വദേശത്താണ്. ശരി. ശരിക്കും കാസർഗോഡ് കണ്ണൂരൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ പാസ്റ്റർ മധ്യ തിരുവിതാംകൂറുകാരുടെ സാക്ഷ്യം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ എന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെയൊക്കെ ഏരിയയിലൊക്കെ അല്ലേ ഇങ്ങനെയുള്ള സാക്ഷ്യാനുഭവങ്ങളൊക്കെ ഉള്ളവർ ഒത്തിരി ഉണ്ടോ? ഒത്തിരി ഉണ്ട്. ഈ ഒരു ദേശം എന്ന് പറയുന്നത് പാസ്റ്ററിന് അറിയാലോ, വളരെ ഒരു ഡ്രൈ പ്ലേസ് ആണ്. പക്ഷെ എന്നാലും ദൈവം അത്ഭുതകരമായി ഈ ദിവസങ്ങൾ കാസർഗോഡ് കണ്ണൂർ മേഖലയിൽ കർത്താവ് ഈ ദിവസങ്ങൾ നടത്തും. കാസർഗോഡ് നിന്ന് നമുക്ക് ചില പാസ്റ്റേഴ്സ് വന്നിരുന്നു. അന്നൊക്കെ അവർ പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് ചർച്ചുകൾ കുറവാണ് അല്ലേ? മറ്റേ തെക്കോട്ടുള്ളതുപോലെ. ദൈവത്തിന് സ്തോത്രം. തെക്കോട്ടുള്ളതുപോലെ ചർച്ചുകൾ വളരെ കുറവാണ്. വിശ്വാസികൾ അതുപോലെ തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചേർത്തൊരു പദം ഒന്നുകൂടെ പറയുന്ന, ഒരു ഡ്രൈ പ്ലേസ് ആണ് ഒരു മലബാർ ഏരിയ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ദൈവത്തിന് സ്തോത്രം. ആ മേഖലയിലുള്ള ഒരു ദേവദാസനെ നമുക്ക് സാക്ഷ്യത്തിനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ പറയാം. പ്രത്യേകിച്ചും സ്ഥലം ഒക്കെ പറഞ്ഞു. എന്നാൽ മാതാപിതാക്കൾ ജനിച്ചു വളർന്ന സാഹചര്യം, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് എന്റെ പേര് ജിതിൻ എന്നാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് കണ്ണൂർ ബോർഡർ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ദേശത്ത് ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. മമ്മിയുടെ പേര് ബിന്ദു, അപ്പന്റെ പേര് ഭരതൻ. നമ്മള് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അറിയുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. 1998 ജനുവരി 23-ാം തീയതിയാണ് എന്റെ ജന്മം സംഭവിക്കുന്നത്.
അപ്പൊ അന്ന് തൊട്ട് തന്നെ പപ്പക്ക് നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമായിരുന്നു. പപ്പ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പപ്പക്ക് വലിയൊരു രോഗം വരികയും 2 കിഡ്നി ഫെയിൽ ആവുകയും അങ്ങനെയാണ് നമ്മൾ കർത്താവിനെ അറിയുകയും ചെയ്യുന്നത്. എന്നിരുന്നാലും എന്റെ ഈ ചെറുപ്പകാലത്ത് കർത്താവിനെ അറിയുകയും ഈ ചെറുപ്പകാലത്ത് തന്നെ മമ്മി അവർക്ക് അറിയാവുന്ന ഉപദേശങ്ങൾ കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയും ബൈബിളിലെ സൺഡേ സ്കൂളിൽ പോവുകയും സഭയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു, അറ്റൻഡ് ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ചെറുപ്പം തൊട്ട് കർത്താവിനെ അറിയുന്ന ആ ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ട് വലിയൊരു ബന്ധം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മമ്മി പ്രാർത്ഥിക്കുന്ന കേൾക്കാറുണ്ട്, പപ്പ പ്രാർത്ഥിക്കുന്ന കേൾക്കാറുണ്ട്, പപ്പയും മമ്മിയും നിർബന്ധിച്ച് സൺഡേ സ്കൂളിൽ അയക്കാറുണ്ട്. അങ്ങനെ കണ്ണടക്കാൻ പറയുമ്പോൾ കണ്ണടക്കും, കൈ തട്ടാൻ പറയുമ്പോൾ കൈ തട്ടും. അങ്ങനെയുള്ള ഒരു ജീവിതശൈലിയായിരുന്നു എന്റേത്. കർത്താവുമായിട്ട് വലിയൊരു ആത്മബന്ധം ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു ശൈലി എന്റെ ജീവിതത്തിലായിരുന്നു. ഞാനിങ്ങനെ എന്നിരുന്നാലും കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ്, എല്ലാവരും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, ദൈവം എനിക്കും ഈ അഭിഷേകം വേണമെന്ന് ഞാനിങ്ങനെ കർത്താവിനോട് ചെറുപ്രായത്തിൽ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു യൂത്ത് ക്യാമ്പ് നമ്മുടെ കാസർഗോഡ് വെച്ച് നടക്കുന്നത്. അത് ഓർഗനൈസ് ചെയ്തത് പൈനിയർ മിഷണറി ചർച്ചാണ്. PMC പാസ്റ്റർ കേട്ട് കാണും. പൈനിയർ മിഷണറി ചർച്ചാണ്. അതിന്റെ നേതൃത്വം നയിക്കുന്ന ഹെഡ് പാസ്റ്റർ ആയിട്ടുള്ള മോഹൻ പി ഡേവിഡ് പാസ്റ്ററാണ് അതിന്റെ നേതൃത്വം ഒക്കെ വഹിച്ചത്. അങ്ങനെ ആ യൂത്ത് മീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്കും കർത്താവ് ഒന്ന് തരണമേ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. കൃപയാൽ പ്രിയ ദേവദാസനെ അന്ന് ഞാൻ ആത്മാവിനാൽ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെറിയൊരു വ്യക്തിയായിരുന്ന എന്റെ മേൽ കർത്താവിന്റെ അഭിഷേകം വരികയും അടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ എന്നോട് അന്ന് പറഞ്ഞൊരു വാക്കായിരുന്നു, നീ അന്ന് നിന്റെ മേൽ വന്ന അഭിഷേകം കാരണം നമുക്ക് നിന്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് മമ്മിയോട് പറഞ്ഞു. അതിനുശേഷം ആ ഒരു അഭിഷേകത്തെ പിന്നീട് അതിനെ ഒന്നും നല്ല രീതിയിൽ നർച്ചർ ചെയ്യാനോ ടേക്ക് കെയർ ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. 9ാം ക്ലാസ്സിലേക്ക് സ്റ്റെപ്പ് വെക്കുന്ന സമയത്താണ് പലവിധമായുള്ള ദുശീല സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പപ്പ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്തും പപ്പയ്ക്ക് വരുന്ന ഓരോ അത്ഭുതങ്ങളും അസുഖത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും കർത്താവ് ചെയ്യുന്ന ഓരോ വൻ കാര്യങ്ങളും എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ തന്നെയും എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മുൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള കർത്താവിന്റെ ഒരു ബന്ധമില്ലാതെ ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് ഈ കൂട്ടുകെട്ട് ഉള്ള ഒരു ബന്ധനത്തിലായതുകൊണ്ടും പലവിധമായ അഡിക്ഷൻസിലൂടെ ഞാൻ കടന്നു പോകാനിടയായി. ഈ ഞാൻ ചില സമയത്ത് സാക്ഷ്യങ്ങൾ പറയുന്ന സമയത്ത് ആസാമിൽ എനിക്കൊരു അനുഭവം ഉണ്ടായതെന്തെന്ന്, ഞാനിങ്ങനെ പല സാക്ഷ്യങ്ങളും പറയുന്ന സമയത്ത് ചർച്ചിൽ നിന്നൊരു ഒരു പയ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് പറയാനിടയായി, ജിതിൻ പാസ്റ്ററിനെ ദൈവം അങ്ങനെ നടത്തിയെങ്കിൽ ഞാനും അതുവഴി പോയേക്കാം, എന്നെ ഈ കർത്താവ് ഒരു ദിവസം ഇതുപോലെ മാറ്റുമല്ലോ എന്നിങ്ങനെ പറയാനിടയായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ എല്ലാ ദൈവസന്മാരോടും മിക്കവാറും ഞാൻ ചോദിക്കും, പാസ്റ്ററെ. അതൊരു പക്ഷേ പാസ്റ്ററെ ഞാനങ്ങ് ഊഹിച്ച് പറയുക കേട്ടോ. Yes, അതെ. ഈ കുട്ടി ഇങ്ങനെ അദ്ദേഹത്തെ എന്തൊക്കെയോ വഴി കൂടെ നടക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാൻ ഒത്തിരി പറയുകയോ അഡ്വൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതെ. അന്നേരമൊക്കെ ഉണ്ടാകുന്നൊരു റിബലിയൻ ഉണ്ട്. യെസ്, യെസ്, അതായത് യെസ്. മാതാപിതാക്കളോടൊക്കെ അവര് ഈ അഡ്വൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് ഒക്കെ ഇഷ്ടപ്പെടാതെ അതിങ്ങനെ അതിന്റെ വേദന കനത്തിരിക്കുമ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു പൊട്ടിത്തെറിയാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? യെസ് പാസ്റ്റർ, കറക്റ്റ്. അതെ, 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 അതെ. പക്ഷെ ഞാനിങ്ങനെ 9ാം ക്ലാസ് ആ ഒരു സമയത്ത് എത്തിയപ്പോഴേക്കും എന്റെ ജീവിതത്തിൽ ഞാൻ വളരെയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ സൺഡേ ചർച്ചിന് പോവുമായിരുന്നെങ്കിലും ഞാൻ സിഗരറ്റ് വലി തുടങ്ങി. 9ാം ക്ലാസ് തൊട്ടേ മദ്യപിക്കാൻ തുടങ്ങി. എന്നീ പറയുന്ന ദുശീലങ്ങളായിരുന്നു ആദ്യം ഞാൻ തുടങ്ങിയത്. സൺഡേ ചർച്ചസിന് പോകും. സൺഡേ കൈയടിച്ച് ആരാധിക്കുന്ന കണ്ട ഏത് ദൈവാസനും പറയും, ഇവനെ പോലത്തെ ഒരു അഭിഷേകമുള്ള ഒരു ദൈവാസനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം കൈയടിയാണ്, ഒന്നാം തരം ആരാധനയാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അഭിനയക്കാരനായി ഈ 9, 10, +1, +2 ഡിഗ്രി ഈ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലായി മാറി. അങ്ങനെ 9ാം ക്ലാസ് ഈ സിഗരറ്റും ഈ കള്ളുകുടിയൊക്കെ ആയിട്ട് ആൽക്കഹോളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വേറൊരു കൂട്ടുകെട്ടുമായിട്ട് +1, +2 ആയിട്ട് അതിന്റെ ഒരു അപ്ഗ്രഡേഷൻ വേർഷൻ കൂട്ടുകെട്ടുമായിട്ട് +1, +2 മാറിയത്. അത് മാറിയപ്പോഴേക്കും ഞാൻ ഈ കഞ്ചാവിന് അഡിക്ഷൻ ആവാൻ തുടങ്ങി. പലവിധമായ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആവാൻ തുടങ്ങി. ആദ്യം എല്ലാവരും തുടങ്ങുന്നത് പോലെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങി. ആദ്യം ചെറുതായിട്ട് തുടങ്ങി, പിന്നെ അത് വലുതായിട്ട് മാറി. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഡീലർ എങ്ങനെയാണോ
ആവുന്നത് അതുപോലെ എൻ്റെ ജീവിതമായി മാറി. എന്നാൽ ഈ സൺഡേ എല്ലാ ദിവസവും പോയി ആരാധിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, ബൈബിൾ വായിക്കുകയും ചെയ്യും, എല്ലാം ഈ പരിപാടി ഉണ്ട് താനും. ഈ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിത ശൈലിയായി മാറി. ഇത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കാര്യം, ഇന്നും പല ചർച്ചസിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂത്ത്സുകളൊക്കെ ഫേസ് ചെയ്യുന്ന പലവിധമായ പ്രോബ്ലംസ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അവര് ആക്ട് ചെയ്യാനും അഭിനയിക്കാനൊക്കെ നമ്പർ 1 ആണ്. ചർച്ചസിൽ വരുന്നുണ്ട്, എന്നാൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ കർത്താവുമായിട്ട് വലിയൊരു ബന്ധമില്ലാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടത് 2008 സ്നാനപ്പെടുന്നത് 2012 ഡിസംബറിലാണ് പാസ്റ്ററെ. അങ്ങനെ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് എന്റെ +2 പഠനത്തിന് ശേഷം ഞാൻ ബാംഗ്ലൂരേക്ക് പോകാൻ തീരുമാനമെടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തിനാണ് എല്ലാവരും ബാംഗ്ലൂർ പോകുന്നത്. പലരും പഠിക്കാനായിട്ട് പോകുന്നു, നന്നാവാനായിട്ട് പോകുന്നു. പക്ഷെ ഞാൻ ബാംഗ്ലൂർ പോയത് എനിക്ക് ഫ്രീഡത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ മമ്മ പറയുന്നതും പപ്പ പറയുന്ന വാക്കുകളൊന്നും അധികം കേൾക്കാതെ ഈ ലോകപരമായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ്, എന്നാൽ ചർച്ചിന്റെ കാര്യത്തിലൊക്കെ ആക്റ്റീവായി നടക്കുന്ന ഒരു സമയത്ത് ചർച്ചിൽ പോകുന്ന കണ്ടാൽ ഒരു ആളും എന്നെ കുറിച്ച് പറയത്തില്ല ഇവൻ ഇത്രക്കാരനാണെന്ന് പറയത്തില്ല. കാരണം ഞാൻ അതുപോലെ ഇത് സീക്രട്ട് ആയിട്ട് കൊണ്ട് നടക്കുവാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ബാംഗ്ലൂരേക്ക് പോയി എന്റെ ജീവിതം വളരെ വൾഗറായി മാറി. ഞാൻ ഈ പറയുന്ന പോലെ ഡ്രഗ്സ് വിൽക്കുവാനും കഞ്ചാവ് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി, മദ്യം ഡെയിലി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. സിഗരറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം 30-40 സിഗരറ്റ് വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് വേണ്ട പലവിധമായ അവസ്ഥയിലേക്ക് എന്റെ ജീവിതം മാറി മറിയാനിടയായി ദേവദാസന്. ബാംഗ്ലൂർ പോയതിനു ശേഷമാണ് എന്റെ ജീവിതം ആകെപ്പാടെ ഒന്ന് മാറി മറിഞ്ഞത്. ഈ ഡ്രഗ്സ് പരമായിട്ടുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഈ ന്യൂസിൽ കേൾക്കുന്ന MDMA പോലുള്ള മാരകമായുള്ള ഡ്രഗ്സിനൊക്കെ അഡിക്റ്റഡ് ആവാനിടയായി. ഇതേ സമയത്ത് തന്നെയും ബാംഗ്ലൂർ ആയാലും ഞാൻ സൺഡേ സർവീസിന് എല്ലാ സൺഡേ പോകുന്നവരും അതിന്റെ എക്സ്ട്രീം വെർഷനിലേക്ക് ഞാൻ മാറി എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്നു അറിയത്തില്ല. ഞാൻ സൺഡേ ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർക്കുന്ന, ഞാൻ പാസ്റ്ററെ സൺഡേ ഞാൻ ആരാധനക്ക് പോകുന്നത് പോലും ഞാൻ മദ്യപിച്ചിട്ടായിരിക്കും ആരാധനക്ക് പോയിരിക്കുന്നത് പോലും. സൺഡേ ഞാൻ പോയി സഭായോഗത്തിന് യോഗത്തിന് പോയി ഇരിക്കുന്നത് പോലും മദ്യപിച്ചിട്ടും സിഗരറ്റ് വലിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ യോഗത്തിന് പോയിരിക്കുന്നത്. അതുപോലെ എന്റെ ജീവിതം മാറി എന്ന് പറഞ്ഞാൽ ദൈവഭയമില്ലാതെ, സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മയില്ലാതെ, കർത്താവിന്റെ ദാസന്മാര് പറയുന്ന ഒരു ടീച്ചിങ്സും ഒന്നും ഒരു ഓർമ്മയില്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരു ജീവിതശൈലിയായി എന്റേത് മാറി. ഒരു പേടിയില്ല, ഒരു മനുഷ്യനെ പേടിയില്ല, ദൈവത്തെ ഒട്ടും പേടിയില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയായി എന്റേത് മാറി. എനിക്ക് എന്റേതായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് എന്റേതായ വ്യക്തി ഡിസിഷൻസ് ഉണ്ടായിരുന്നു. അത് മമ്മി ഈ സമയത്ത് തന്നെ മമ്മി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പപ്പ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പപ്പയുടെയും മമ്മയുടെയും കണ്ണുനീരൊന്നും ഒരു വിലയില്ലാതെ ഒരു ജീവിതശൈലിയായി എന്റേത് മാറാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പാസ്റ്ററും എന്റെ സഭയും എനിക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാനൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയും പ്രാർത്ഥിക്കുന്ന ഒരു സഭയും പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര മാറും എന്നുള്ള കാര്യത്തിൽ ഞാൻ എക്സാമ്പിൾ ആണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എത്ര മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ഞാൻ എക്സാമ്പിൾ ആണ്. എന്റെ ജീവിതം ഇതുപോലെ നാശമായ സമയത്തും പാസ്റ്റർ അമ്മയോട് പറയുന്നത് കേൾക്കാം, വെയിറ്റ് ചെയ്യ് സിസ്റ്ററെ, ദൈവം അവന് ഒരു ദിവസം വെച്ചിട്ടുണ്ട്, അവൻ ദൈവത്തിനുള്ളതാണ്, അവൻ ദൈവത്തിനുള്ളത്. ഈ വാക്ക് ഇങ്ങനെ മമ്മിയുടെ ചെവിയിൽ ഓതുന്നത് എനിക്ക് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് നാട്ടിലുള്ള സമയത്ത് ഈ രാത്രി മിഡ്നൈറ്റും 12, 1 മണി 2 മണിയൊക്കെ ആവും ഞാൻ രാത്രി വീട്ടിലെത്താൻ. ഈ സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം, മമ്മിയുടെ പ്രാർത്ഥനയുടെ ശബ്ദം. രാത്രിയും കർത്താവേ എന്റെ മകനെ നീ രക്ഷിക്കണമേ, കർത്താവേ എന്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു മമ്മിയെ ആ സമയത്ത് ഞാൻ കാണാറുണ്ട്. പപ്പ ഇതുപോലെ കണ്ണീരൊന്നും പുറത്ത് കാണിക്കാറില്ലെങ്കിലും പപ്പയുടെ അകം വല്ലാതെ പിടയുന്നുണ്ടെന്നും വേദനിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പപ്പ സീക്രട്ട്ലി പപ്പയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്റെ മകനെ നീ രക്ഷിക്കണേ. പാസ്റ്റർ, ഈ പ്രാർത്ഥനയെല്ലാം ഒരു ദിവസം ഫലം കായ്ച്ചു എന്നുള്ളതാണ്. ഞാൻ 2020 ഒരു യൂത്ത് മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാനിടയായി. സാധാരണ എല്ലാ യൂത്ത് മീറ്റിങ്ങിനും ഞാൻ പോവാറുണ്ട്. അന്നും ഞാൻ കരുതി ഈ യൂത്ത് മീറ്റിങ്ങിന് പോയാൽ സാധാരണ പോലെ 3 ദിവസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
വീണ്ടും പഴയതുപോലെ നടക്കാമൊക്കെ വിചാരിച്ചിട്ടാണ് ഈ യൂത്ത് മീറ്റിങ്ങിന് പോകുന്നത്. ഈ 2020 ജനുവരി മാസം നടന്ന യൂത്ത് മീറ്റിംഗിൽ ഞാൻ പോകാനിടയായി. പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒറ്റക്ക് വേണം പോവാൻ, പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേൾക്കണം. ഈ തീരുമാനം എടുത്തു. ഓക്കെ, ഞാൻ യൂത്ത് മീറ്റിങ്ങിന് പോകാം. ഈ യൂത്ത് മീറ്റിങ്ങിന് പോകുന്ന തലേ ദിവസവും ഈ പറഞ്ഞതുപോലെ ഞാൻ മദ്യപിക്കുകയും പലവിധമായ ഡ്രഗ്സുകൾ എടുത്ത ശേഷമാണ് ഞാൻ യൂത്ത് മീറ്റിങ്ങിന് എൻ്റർ ചെയ്യുന്നത് പോലും. യൂത്ത് മീറ്റിംഗിന് എൻ്റർ ചെയ്ത് 3 ദിവസത്തെ ക്യാമ്പ് ആയിരുന്നു. ലൈഫ് മാപ്പ് എന്ന് പറയും, കൊച്ചിയിൽ നടന്ന ലൈഫ് മാപ്പ് ക്യാമ്പ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ക്യാമ്പിൽ പലവിധമായ യൂത്ത്സുകൾ വന്നായിരുന്നു. പക്ഷെ ആ യൂത്ത്സിൽ ദൈവവേലക്ക് സമർപ്പിക്കാൻ ദൈവം എന്നെ ഇടയാക്കി എന്നുള്ളതാണ്. 3 ദിവസത്തെ ക്യാമ്പ്. ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചു പോയിരുന്ന് പഴയതുപോലെ തന്നെ തിരിച്ചു വരാം എന്നിങ്ങനെ വിചാരിച്ച് ആണ് പോയത്. പക്ഷെ ഒന്നാമത്തെ ദിവസം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഈ രണ്ടാമത്തെ ദിവസവും ആ ദേവദാസൻ ബ്രദർ ഡേവിസ്, ഇന്ന് യുപിയിലാണ് അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്യുന്നത്. ബ്രദർ ഷാർലറ്റ് എന്നീ ദേവദാസന്മാരൊക്കെ കൊച്ചിയിൽ, പാസ്റ്റർ ഫിലിപ്പ് ചെറിയാൻ, ഈ ദേവദാസന്മാരുടെ ക്ലാസ്സുകളും അവർ പാടുന്ന പാട്ടുകളൊക്കെ എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും, അദ്ദേഹം പറഞ്ഞ ദൈവവചനത്തിലൂടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ, എന്റെ ഹൃദയത്തിൽ ഒരു തീയമ്പ് പോലെ അങ്ങ് കയറുവാനിടയായി. അദ്ദേഹം മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു എടുത്തത്. അദ്ദേഹം പാടിയ പാട്ടുകളും മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, കർത്താവിൽ എത്ര എന്റെ ആശ്രയം, ദൈവവേല എത്ര എന്റെ ആഗ്രഹം എന്നൊക്കെ കർത്താവിന്റെ ദാസൻ പാടുന്ന സമയത്ത് ഈ പാട്ടുകളുടെ ഓരോ വരികളും എന്റെ ഹൃദയത്തിനകത്ത് ഒരു തീയമ്പ് പോലെ അങ്ങ് കയറുവാനിടയായി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എന്റെ ജീവിതത്തിൽ ഇത് എന്തോ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുവാനിടയായി. 12 മണി രാത്രി, ഒരു മിഡ് നൈറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ക്യാമ്പിൽ എല്ലാവരും ഉറങ്ങുന്ന സമയം. ഈ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ മാത്രം ടോയ്ലറ്റിൽ പോയിരുന്ന് കരയുവാനിടയായി. ഈ രണ്ടാമത്തെ ദിവസം തൊട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ വിചാരിച്ച, ദൈവം, ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്റെ അകത്ത് എന്തെന്നില്ലാത്തൊരു ദൈവസ്നേഹം ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഇങ്ങനെ ഇറങ്ങി വരുവാനിടെ ആ ഒരു ഫീലിംഗ് എങ്ങനെ പറഞ്ഞറിയിക്കും, ആരോട് പറഞ്ഞാലും ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ തല മുതൽ ഉള്ളങ്കാല് വരെ ഈ ദൈവസ്നേഹത്തിന്റെ വലിയ ഒരു ഇമ്പാർട്ടേഷൻ എന്റെ അകത്ത് ഇങ്ങനെ ഇടിച്ചു കയറുവാനിടയെ ഞാൻ ഇരുന്ന് കരയാണ്. വേറെ ഒന്നും പറയാനില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കരയാണ്. കർത്താവേ, എന്നെ എന്തിനാണ് കർത്താവ്? ഞാൻ ഞായറാഴ്ച മദ്യപിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സും ഈ പറഞ്ഞ പോലെ പല പരിപാടികളുള്ള വ്യക്തിയാണ്. എന്നെക്കാൾ കേമന്മാരും പയ്യന്നൂരുണ്ടല്ലോ, എന്നെക്കാൾ കേമന്മാർ കൊച്ചിയിലുണ്ടല്ലോ, എന്നെക്കാൾ കേമന്മാർ എന്റെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ തന്നെ ഉണ്ടല്ലോ. ഈ എന്നെ മാത്രം എന്തിനാണ് കർത്താവെ അങ്ങയുടെ വേലക്ക് വേണ്ടി എന്നൊക്കെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ഈ ബാത്റൂമിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്ന സമയത്തും ഈ കർത്താവിന്റെ ആ പാട്ട്, കർത്തൃവേല തന്നെ എന്റെ ആഗ്രഹം, കർത്തൃവേല തന്നെ എന്റെ ആഗ്രഹം, കർത്തൃവേല തന്നെ എന്റെ ആഗ്രഹം, ഈ പാട്ടിന്റെ വരിയും ഇങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ ദേവദാസൻ പറഞ്ഞ ഓരോ ക്ലാസ്സുകളും എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാനിടയായി. ഇങ്ങനെ എല്ലാവരും ഫ്രണ്ട്സിനെ ആക്കുന്ന സമയത്തും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു. കർത്താവെ, ഞാൻ വന്നതുപോലെ എന്തായാലും തിരിച്ചു പോകുമല്ലോ. വന്നത് ഞാനൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് വന്നത്. ഞാൻ ആ ഹാളിൽ എൻ്റർ ചെയ്തത് മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിട്ടും പലവിധമായുള്ള പാപ സ്വഭാവങ്ങളുള്ള വ്യക്തിയായിട്ടുമാണ് ഞാൻ ഹാളിലേക്ക് എൻ്റർ ചെയ്തത്. പക്ഷെ ഞാൻ തിരിച്ചു പോകുമ്പോൾ കർത്താവിന്റെ മഹിമയ്ക്ക് വേണ്ടി ഞാൻ പറയട്ടെ, ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് ആണ് ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ. അന്ന് രാത്രി ഞാൻ ഒരു തീരുമാനം എടുത്തു. കർത്താവെ, ഇന്ന് മുതൽ ഈ പുകവലി എന്റെ ജീവിതത്തിലില്ല. ഇന്ന് മുതൽ ഈ മദ്യപാനം എന്റെ ജീവിതത്തിലില്ല. ഇന്ന് മുതൽ ഈ MDMA ഡ്രഗ്സിന്റെ അഡിക്ഷൻ എന്റെ ജീവിതത്തിലില്ല. ഇന്ന് മുതൽ ഈ പറയപ്പെട്ട ഒരു ഡ്രഗ്സിന്റെ അഡിക്ഷനും ഇന്ന് മുതൽ എന്റെ ജീവിതത്തിലില്ല. ഇന്ന് തൊട്ട് കർത്താവെ, നമ്മൾ ഈ സ്നാനപ്പെടുന്ന സമയത്തൊക്കെ നമുക്കൊരു ഫീലിങ്സ് വരുമല്ലോ, പഴയ മനുഷ്യനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യൻ എഴുന്നേൽക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ്. അതുപോലത്തെ ഒരു ഫീലിംഗ് ഞാൻ സത്യം പറഞ്ഞ ആ സ്നാനപ്പെടുന്ന സമയത്ത് പോലും ആ ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് സത്യത്തിൽ മാനസാന്തരത്തിന്റെ ഫീലിങ്സ് എന്താണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഒരു അപ്പൻ വന്ന് ഹഗ് ചെയ്യുന്നതിന്റെ ഫീലിംഗ് എന്താണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഒരു പിതാവിന്റെ അടുത്ത് ഒരു മകൻ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ, മകനെ സാരമില്ലടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് തോളിൽ കൈയിടുന്ന ഒരു പിതാവിന്റെ സ്നേഹം എന്തെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് എന്റെ കയ്യെ പിടിച്ച് കർത്താവ് എന്റെ കയ്യെ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോകുമായിരുന്നു. ഈ അഡിക്ഷൻ എല്ലാം അന്ന് പലവിധമായ അഡിക്ഷൻസുകൾ, വർഷങ്ങൾ ഞാൻ ബാറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന, വർഷങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന
അഡിക്ഷൻസുകളെ കർത്താവ് ഒറ്റ സെക്കൻഡിൽ എന്നെ അവിടുന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ പയ്യെ പയ്യെ ഇതെല്ലാം നിർത്താം, എനിക്ക് പുകവലിയുണ്ട്, മദ്യപാനമുണ്ട്, ഞാൻ പയ്യെ പയ്യെ ഇതിന്റെ അളവ് കുറച്ചൊക്കെ ഞാനിത് നിർത്താം. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, കർത്താവ് ഒന്ന് തൊട്ടാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാവുന്ന കേസേ ഉള്ളൂ. ഞാൻ എന്റെ ജീവിതം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു. നമുക്ക് തിരിച്ച് യാത്രയുണ്ട്, കൊച്ചിയിൽ നിന്ന് പയ്യന്നൂർ വരെ യാത്രയുണ്ട്. KSRTC ബസ്സിലാണ് ഞാൻ പോകുന്നത്. ഈ KSRTC ബസ്സിൽ രാത്രി യാമങ്ങളിലാണ് യാത്ര. ഈ രാത്രിയത്തെ യാത്രയിൽ ഞാൻ KSRTC ബസ്സിൽ ഇരുന്ന് കരയുവാണ്. കർത്താവെ, എന്നെ ഇതിനു മാത്രം സ്നേഹിക്കുവാൻ ഞാൻ എന്തുള്ളൂ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വീണ്ടും കർത്താവ് അകത്തൊരു ഭയങ്കര പ്രേരണ, നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, കർത്തൃവേല തന്നെ എന്റെ ആഗ്രഹം എന്നുള്ള ആ വരി എന്റെ അകത്ത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാണ്. ഞാൻ ആ ബസ്സിൽ വെച്ചൊരു തീരുമാനം എടുത്തു, കർത്താവെ ഞാൻ ഇറങ്ങാം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകാം. കർത്താവെ, നശിച്ചു പോകുന്ന ഒത്തിരി ആത്മാക്കളുണ്ട്, ആയിരങ്ങൾ നശിച്ചു പോകുന്നു. ആ ബസ്സിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കുവാണ്, ആയിരങ്ങൾ ഈ ബസ്സിൽ നശിച്ചു പോകുന്നു. കർത്താവെ, എങ്കിലും ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. അന്ന് ബസ്സിൽ വെച്ചൊരു തീരുമാനം എടുക്കാനിടയായി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവസ്നേഹം അനുഭവിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. ഞാൻ വീട്ടിൽ ചെന്ന് 3 ദിവസം ആരോടൊന്നും അധികം മിണ്ടാതെ, അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ ഉള്ള ഒരു 3 ദിവസം. ആ 3 ദിവസം ഞാൻ പാസ്റ്റർ മുന്നേ ചോദിച്ചതുപോലെ എങ്ങനെയാണ് ആസാമിന്റെ ദർശനം കിട്ടിയെന്നുള്ള ആ ഒരു 3 ദിവസം ഞാൻ എന്റെ റൂമിലിരുന്ന്, കർത്താവ് എന്നെ എന്തിനാണ് കർത്താവ് ഇങ്ങനെ സ്നേഹിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു സ്നേഹം എന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, എനിക്ക് ഇങ്ങനെ ഒരു സ്നേഹം എന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ തള്ളപ്പെട്ടവനായിരുന്നു, ഞാൻ ഒത്തിരി അഡിക്ഷൻസ് ഉള്ളവരായിരുന്നു, എങ്കിലും കർത്താവ് എന്റെ അടുത്ത്, മോനെ എനിക്ക് നീ മതിയടാ എന്നും പറഞ്ഞ് കർത്താവ് വരുന്ന സമയത്ത് ഈ മുറിയിലിരുന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറയണം, എനിക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഞാൻ എന്ത് പോയി ചെയ്യും, സുവിശേഷ വേലക്ക് കർത്താവ് ഇറങ്ങാൻ പറയുന്നു, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ബൈബിൾ കോളേജിലെ പഠനമില്ല, എനിക്ക് ബൈബിളുമായിട്ട് ഒരു ബന്ധവും ഇല്ല, കാരണം ഞാൻ ഈ സൺഡേ വിശ്വാസി മാത്രമാണ് എന്നിങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട്. ആ സമയത്താണ് കർത്താവ് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള വലിയൊരു കർത്താവിന്റെ ദർശനം എന്റെ മേൽ പകരുന്നത്. നീ നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര തിരിക്കണം, നീ ആസാമിലേക്ക് യാത്ര തിരിക്കണം എന്നുള്ള വലിയൊരു ഭാരം കർത്താവ് എന്റെ അകത്ത് പകരുവാനിടയും. അങ്ങനെ പാസ്റ്റർ ഒട്ടും വൈകാതെ തന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടുത്തെ ദേവദാസനെ കോൺടാക്ട് ചെയ്യുകയും ഇവിടുത്തെ ദേവദാസനെ വിളിക്കുകയും ആ ദേവദാസനാണ് വളരെ സപ്പോർട്ടീവായിട്ട് എന്നോട് പറഞ്ഞു, മകനെ നീ ഇങ്ങോട്ട് വാ, നീ മിഷൻ ഫീൽഡ് വിസിറ്റ് ചെയ്യാനായിട്ട് വാ, ഒരു 2 months എങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്ക്. അങ്ങനെ ഞാൻ തീരുമാനം എടുത്തു, ഒരു 2 മാസമെങ്കിലും നോർത്ത് ഈസ്റ്റിൽ പോയി ആസാമിലെ വേല എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ ഒരു 2 മാസത്തെ യാത്ര ഞാൻ തിരിച്ചു. നെക്സ്റ്റ് ഡേ പോയി തത്കാൽ ടിക്കറ്റ് എടുത്തു. തത്കാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ഞാൻ February 4 നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നത് ആസാമിലോട്ട്. അപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് ആവുന്ന സമയത്തും പക്ഷേ എന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 145 ആയിരുന്നു അന്ന്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമായി, ട്രെയിനിന്റെ സമയം ആവാറായി. അപ്പൊ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ദൈവാസന്മാരും ഞാൻ അന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന്റെ തൊട്ട് 2 ദിവസം മുന്നേ വന്ന് എന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും എല്ലാവരും എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ആ പെർട്ടിക്കുലർ ദിവസം ഞാൻ ഒറ്റക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്, എന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റ് കൺഫേം ആക്കി തരേണ്ടത് അങ്ങയുടെ ജോലിയാണ്. ഇത് അങ്ങ് എന്നെ വിളിച്ചു എന്നുള്ള 2ാമത്തെ സൈൻ ആയിട്ട് ഞാൻ ഇത് ഏറ്റെടുക്കുമെന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും വെയിറ്റിംഗ് ലിസ്റ്റ് 140 എങ്ങാനും ആണ്. ഞാൻ ഇതും ഈ വെയിറ്റിംഗ് ലിസ്റ്റും വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്റെ ഒരു ഫ്രണ്ട് വന്നു. അപ്പൊ അവൻ എന്നെ ഡ്രോപ്പ് ചെയ്ത് എന്നോട് അവൻ മാറി മാറി പറയണം, നീ പോവരുത്, സുവിശേഷ വേല ചെയ്യുന്നവരെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് വളരെ ഫ്ലോപ്പ് ആകും, നീ പോയാൽ പിന്നെ നീ അവിടെ പെട്ടുപോകും എന്നൊക്കെ ഇവൻ എന്നോട് മാറി മാറി മനം തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ അവനോട് മാറി മാറി പറയാണ്, ഞാൻ ഇത് പോകും, ഇതെനിക്ക് പോയേ പറ്റുള്ളൂ. എന്നാൽ വെയിറ്റിംഗ് ലിസ്റ്റ് 140 ഉണ്ട് താനും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ ഈ ടിക്കറ്റ് ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റ് കൺഫേം ആക്കി തരണം. ഞാൻ കർത്താവെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. കർത്താവെ, ഞാൻ ഇത് ഇറങ്ങുന്നെന്നും പറഞ്ഞ് ഞാൻ ഒരു ചെറിയ ബാഗിൽ ഒരു 4 പാന്റും 3-4 ഷർട്ടും ഒക്കെ എടുത്ത് ഞാൻ അങ്ങ് ഇറങ്ങി. ആരും ഒന്നുമില്ല വീട്ടിലെ പപ്പയില്ല, മമ്മിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് വീട് ലോക്ക് ചെയ്ത് ഞാൻ അങ്ങ് ഇറങ്ങുന്നു. അപ്പൊ ഇറങ്ങിയിട്ട് പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ,
സ്റ്റേഷനിൽ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുവാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. ഞാൻ എന്ത് പ്രാർത്ഥിച്ചോ, ഞാൻ പറഞ്ഞു കർത്താവ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റ് കൺഫേം ആണ്. എന്ത് പ്രാർത്ഥിച്ചോ, ഞാൻ സ്റ്റേഷനിൽ കാല് വെക്കുന്നതിന് മുന്നേ ഒരു ഫോണിൽ ഒരു മെസ്സേജ് വരുവാണ്, യുവർ ടിക്കറ്റ് ഈസ് കൺഫേംഡ് എന്നും പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് പോലും അറിയത്തില്ല ഈ 140 വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ള ടിക്കറ്റ് എങ്ങനെ കൺഫേം ആയി, ഇന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം അതിന്റെ നടുവിൽ ഒരു അത്ഭുതം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ പക്ഷേ ആ ടിക്കറ്റും എടുത്ത്, കൺഫേം ആയിട്ടുള്ള ടിക്കറ്റും എടുത്ത് ഞാൻ ആസാമിലേക്ക് വരുവാനിടയായി. ആസാമിൽ വന്നിട്ട് എന്ത് ചെയ്യും എന്നൊന്നും അറിയത്തില്ല. മിനിസ്ട്രി എങ്ങനെ ചെയ്യും എന്നൊന്നും അറിയത്തില്ല. കർത്താവ് പറഞ്ഞു ഇറങ്ങാൻ ഞാൻ ആ സമയത്ത് ഇറങ്ങി. ഹല്ലേലൂയ. ആസാമിൽ വന്നപ്പോ ഞാൻ ഈ എല്ലാ ദേവസ്വന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി ദേവസ്വന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യത്തെ വേല ചർച്ച് തൂക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന വേല. അപ്പൊ ഞാനും ചിന്തിച്ചു, കർത്താവെ ഈ പറയുന്നപ്പെട്ട വേലയൊക്കെ ചെയ്ത് മുന്നോട്ട് അങ്ങ് പോവാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഈ പറയപ്പെട്ട വേലയൊക്കെ ഞാൻ ആദ്യം ചെയ്തു. ചർച്ച് തൂക്കാനും അന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റ് വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ചർച്ച് തൂക്കുന്നൊക്കെ പറയുമ്പോൾ കർത്താവിന് വേണ്ടി എന്തോ ഒരു മല കീഴടക്കിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു എന്റെ ജീവിതത്തിൽ. ഈ ചർച്ച് തൂക്കുമ്പോഴും ചർച്ചിന്റെ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ദൈവത്തിന്റെ വലിയൊരു കരുണ എന്റെ മേലുള്ളത് പോലെയായിരുന്നു എന്റെ ജീവിതത്തിൽ. ഞാൻ വളരെ സന്തോഷത്തോടെ അതൊക്കെ ചെയ്യാനിടയായി. ഞാൻ വിചാരിച്ചു ഇതൊക്കെ തന്നെ ചെയ്യുമ്പോഴും അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു പാസ്റ്ററെ. ചർച്ച് ക്ലീൻ ചെയ്യുമ്പോഴും, കസാര ഇടുമ്പോഴും, കസാര തുടക്കുമ്പോഴും, ദേവദാസം വരുന്ന ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുമ്പോഴും, അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ മൈക്കൊക്കെ റെഡിയാക്കി വെക്കുവാൻ, ഇതൊക്കെ എന്ത് സന്തോഷമായിരുന്നു അന്ന് ചെയ്യാൻ. കർത്താവിന്റെ ഞാൻ വിചാരിച്ചു ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും എന്റെ വേല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. ആസാമിൽ ആദ്യം പോയപ്പോ തന്നെയും പലവിധമായ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ചോദിച്ചത് ഇതായിരുന്നു, കർത്താവ് ഞാൻ 6ാം ക്ലാസ്സിൽ നഷ്ടപ്പെടുത്തിയ ഒരു അഭിഷേകമുണ്ട്, കർത്താവ് അതെനിക്ക് തിരിച്ചു തരണം. ഞാൻ വേറെ ഒന്നും കർത്താവിനോട് ചോദിച്ചില്ല. ഫെബ്രുവരി മാസം 7ാം തീയതി ഞാൻ ആസാമിലെത്തി. 10ാം തീയതിയാണ് ഞാൻ ചോദിക്കുന്നത്, കർത്താവ് എനിക്ക് ഈ അഭിഷേകത്തെ കർത്താവ് അങ്ങ് തിരിച്ചു തരണം. കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. ഞാൻ 10ാം തീയതിയാണ് പ്രാർത്ഥിക്കുന്നത്. 20, 21, 22 അന്ന് ആസാമിലെ സഭയിൽ ഞങ്ങൾ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചായിരുന്നു. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനൊരു തീരുമാനം എടുത്തു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും ഉപവാസം എടുത്ത് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വേറെ ഒരു തീരുമാനവുമില്ല. ഈ 3 ദിവസം ഞാനും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കൃപയാൽ ആദ്യത്തെ ദിവസം 20ാം തീയതി 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ സർവീസ് തുടങ്ങി. ആ സർവീസ് തുടങ്ങി ആരാധനയിലേക്ക് കടക്കുമ്പോൾ തന്നെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി. അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ദൈവം സഹായിച്ചു. അന്ന് 6ാം ക്ലാസ്സിൽ നഷ്ടപ്പെടുത്തിയ അഭിഷേകം വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒത്തിരി ഞാൻ സന്തോഷിച്ചു. അന്ന് രാത്രി മുഴുവനും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മുഴുവനും എന്നോട് ആ ദിവസം ചോദിച്ചു, രാത്രി ഉറങ്ങിയില്ല അല്ലേ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അഭിഷേകം കിട്ടിയതിന്റെ ഒരു ഭയങ്കര ഒരു ത്രില്ലിലാണ്. അങ്ങനെ ആ ദിവസം രാത്രി മുഴുവനും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധനയും കഴിച്ചു പോയി. അങ്ങനെ കർത്താവ് അഭിഷേകത്തെ വീണ്ടും തന്നപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പലവിധമായ പ്രശ്നങ്ങൾ, മിഷൻ ഫീൽഡിലെ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യത്തെ പ്രശ്നം ഇതായിരുന്നു, എന്ത് കഴിച്ചാലും കുടിച്ചാലും ഞാൻ ബെഡഡ് എന്ന് പറഞ്ഞാൽ BP ലോ ആകുന്നു എന്ന് വേണ്ട പലവിധമായ പ്രശ്നങ്ങൾ. ബെഡഡ് ആണ്. ഒരു 1 വീക്ക് ഓക്കെ ആകും, പിന്നെ അത് കഴിഞ്ഞാൽ 2nd വീക്ക് ഇതുപോലെ ബെഡഡ് ആകും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ മിഷൻ ഫീൽഡിൽ വന്ന് വേല ചെയ്യാൻ ഇതുപോലെ ബെഡഡ് ആയിട്ട് 1 ആഴ്ച നല്ല രീതിയിലാകുന്നു, വീണ്ടും അടുത്തൊരാഴ്ച വീണ്ടും ബെഡഡ് ആകുന്നു. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് സുവിശേഷ വേല ചെയ്യേണ്ട കർത്താവ്, എനിക്ക് സുവിശേഷ വേല പൂർണ്ണമായുള്ള ആരോഗ്യത്തിൽ ചെയ്യുവാൻ കർത്താവ് കൃപ തരണം. ഇന്ന് ഈ സമയത്ത് ഞാൻ അന്ന് രാത്രി ഒരു 11 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, കർത്താവ് ഇന്ന് ഈ സമയത്ത് ഞാൻ എന്റെ ശരീരത്തിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങൾ എന്നെ വിട്ടു പോകുക. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതും പാസ്റ്ററെ ഇന്ന് വരെ, അന്ന് 6 വർഷത്തിന് മുന്നേ പോയ ആ ബെഡഡ് ആയിട്ടുള്ള അവസ്ഥ ഇന്ന് വരെ വന്നിട്ടില്ല. ഒരു ഹോസ്പിറ്റലിൽ കയറുവാനും, നമുക്കറിയാം ഗ്രാമത്തിലൊക്കെ ഒരു 50-60 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചാലേ, ഞാൻ മുൻപായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭൂട്ടാൻ ബോർഡർ ആയിരുന്നു, ദരങ്ക എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അവിടെ ഹോസ്പിറ്റൽ കിട്ടണമെങ്കിൽ തന്നെ ഒരു 60 കിലോമീറ്റർ പോകണം. അതും ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ. ഒരു നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടണമെങ്കിൽ 100 കിലോമീറ്റർ ഗുവാഹട്ടിയിൽ വന്നാലേ നമുക്കൊരു നല്ല ഹോസ്പിറ്റൽ പോലും ഉള്ളൂ. പക്ഷെ കർത്താവിന്റെ കൃപയാൽ 6 വർഷമായി ഇന്നും ഹോസ്പിറ്റലിലെ പടിവാതിൽക്കൽ കയറാൻ പോലും കർത്താവ് സഹായിച്ചിട്ടില്ല എന്നുള്ളത്.
അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, കർത്താവ് നാട്ടിലുണ്ടാവുന്ന സമയത്ത് പലവിധമായ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദൈവം അതിന്റെ നടുവിൽ നന്നായി നടത്തുന്നു. പിന്നെ അടുത്ത് അങ്ങനെ മിഷൻ ഫീൽഡിൽ വളരുവാനിടയിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ കർത്താവിനോട് എന്റെ കോളിംഗ് എന്താണ്? നമുക്കത് അറിയണമല്ലോ. നമുക്ക് എന്റെ വിളി എന്താണെന്ന് ഞാനിങ്ങനെ പല ദൈവാസന്മാരുടെ മെസ്സേജിൽ ഞാൻ കേട്ടറിഞ്ഞു. എന്താണെന്നുള്ള വിളി അറിഞ്ഞാൽ വേല സ്മൂത്തായി നടക്കും എന്നിങ്ങനെ ഞാൻ പല ദൈവാസന്മാരുടെയും മെസ്സേജിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ് എന്റെ കോളിംഗ്? അങ്ങനെ ഒത്തിരി ദിവസത്തെ പ്രാർത്ഥനയിൽ കർത്താവ് എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്, ഇടയ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ നിന്നെ ആസാമിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ കോളിംഗ് എന്താണെന്നുള്ള കാര്യത്തിൽ കർത്താവ് വ്യക്തമായ ഒരു ധാരണ തന്നു. ഒരു പാസ്റ്റർ കോളിംഗ് ആണ്, അതിനുള്ള അഭിഷേകവും അതിനുള്ള കാര്യങ്ങളും എല്ലാം അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ നിന്റെ മേൽ പകരും എന്ന് പല ദൈവദാസന്മാരിലൂടെ ദൂതുകളും എന്നെ അറിയിക്കുവാനിടയായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ആസാമിലേക്ക് വന്നപ്പോ പിന്നെ നേരിട്ട ഒരു പ്രശ്നമായിരുന്നു, അടുത്തത് എന്താണ്? ഞാനിങ്ങനെ ആ ചർച്ചിന്റെ ഒരു കോർണറിൽ ഇരുന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഞാൻ ആസാമിലോട്ട് വന്നു, ഇനി എന്ത് ചെയ്യും എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അന്ന് അവിടെ കീബോർഡ് വായിക്കുന്ന, നമ്മുടെ ചർച്ചുകളിൽ എല്ലാവരും കീബോർഡ് വായിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അന്നും ആസാമിൽ കീബോർഡ് വായിച്ചുകൊണ്ടിരുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ദൈവദാസൻ ഇങ്ങനെ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ഇതുപോലെ കോർണറിൽ ഇരുന്ന് ഇങ്ങനെ കർത്താവിനോട് ചിന്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ കീബോർഡ് പഠിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ കോർണറിൽ ഇരുന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇതുപോലെ കീബോർഡൊക്കെ വായിച്ച് വർഷിപ്പ് ചെയ്യാനൊക്കെ പറ്റുവാണെങ്കിൽ എന്ത് നല്ലതായിരുന്നു കർത്താവ്. അങ്ങയ്ക്ക് വേണ്ടി ഇതുപോലെ പാടാനും അങ്ങയ്ക്ക് വേണ്ടി ഇതുപോലെ കർത്താവ് കീബോർഡ് വായിക്കാനും ഒക്കെ എന്ത് നല്ലതായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു വിട്ടു. അത് ആ കേസ് ഞാൻ വിട്ടു. പക്ഷെ 2 വർഷത്തിന് ശേഷം കർത്താവ് എന്നെ കീബോർഡ് പഠിപ്പിച്ചു കേട്ടോ. ഞാൻ 3 മാസം കൊണ്ട്, കൊറോണ സമയത്ത് ഞാൻ ആസാമിൽ ലോക്കായിരുന്നു. ഞാൻ 2 മാസം ആസാമിലോട്ട് വിസിറ്റിന് വന്ന വ്യക്തിയായിരുന്നു. കർത്താവ് 7 മാസം ആസാമിൽ ലോക്കാക്കി. ആ സമയത്ത് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള വലിയൊരു ദർശനം വീണ്ടും തന്നു. ഞാൻ നാട്ടില് മൂന്നാഴ്ചത്തേക്ക് നാട്ടിൽ പോയിട്ട് വീണ്ടും നോർത്ത് ഈസ്റ്റിൽ വന്ന് അങ്ങനെ ഇവിടെ തന്നെ കർത്താവിന്റെ വേല ചെയ്യാനിടയായി. ഈ ഒരു 3 മാസത്തെ കൊറോണ കാലയളവിൽ കർത്താവ് എന്നെ കീബോർഡ് പഠിപ്പിക്കാനിടയായി. ആരുടെയും സഹായമൊന്നുമില്ല. ഈ കീബോർഡിൽ ഈ യൂട്യൂബിൽ കിട്ടുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ശേഖരിച്ച് ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് പാസ്റ്റർ പറഞ്ഞാൽ വിശ്വസിക്കുന്ന, ഞാൻ കൈ വെക്കുന്ന സമയത്ത്, കീബോർഡിന്റെ മുകളിൽ കൈ വെക്കുന്ന സമയത്ത് ആരോ പഠിപ്പിക്കുന്നത് പോലെ, ഈ കൈയിന്റെ മുകളിൽ ആരോ വന്ന് പഠിപ്പിക്കുന്നത് പോലത്തെ ഒരു ഫീല്, അത് എനിക്ക് കിട്ടിയ ഫീലാണ്. ഹല്ലേലൂയ. ആ ഒരു ഫീല് അത് അസാധാരണമായിരുന്നു. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് കീബോർഡ് പഠിച്ചെടുക്കുവാനും കർത്താവ് ഇടയാക്കി. 2 വർഷത്തിന് ശേഷം ഞാൻ ചർച്ചിൽ ഇങ്ങനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സഭായോഗം 11 മണിക്ക് തുടങ്ങും. അപ്പൊ ഞാനൊരു 10:30 ആകുമ്പോഴേക്കും ഞാൻ അവിടെ ചെല്ലും, കീബോർഡൊക്കെ റെഡിയാക്കി, നമ്മുടെ സിസ്റ്റം ഒക്കെ റെഡിയാക്കി, അങ്ങനെ ഇങ്ങനെ ഒരു അടുത്ത പാട്ടുകളൊക്കെ എന്ത് പാട്ട് പാടുന്നൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പെട്ടെന്ന് ഒരു ആലോചന ഇങ്ങനെ ഓർപ്പിച്ചു. ആ കോർണറിലോട്ട് നോക്കാൻ, ചർച്ചിന്റെ കോർണറിലോട്ട് ഇങ്ങനെ കണ്ണ് നോക്കാനായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചർച്ചിന്റെ കോർണറിലോട്ട് കണ്ണ് നോക്കി. കർത്താവ് എന്നെ അന്ന് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, മോനെ നീ 2 വർഷം മുന്നേ ഇതേ കോർണറിൽ ഇരുന്ന് ചിന്തിച്ച ഒരു കാര്യമാണ്, കീബോർഡ് പഠിക്കാൻ പറ്റിയെങ്കിൽ നന്നായേനെ. എന്നിട്ട് കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്ന ഒരു ആശയമാണ്, ഇന്ന് നീ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ കീബോർഡിന്റെ മുന്നിൽ കീബോർഡ് വായിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഞാൻ 2 വർഷത്തിന് മുന്നേ ചിന്തിച്ച കാര്യം പോലും കർത്താവ് എനിക്ക് സാധിച്ചു തന്നു എന്നുള്ളതാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാനത് ചിന്തിച്ചത് മാത്രമാണ്. അത് ചിന്തിച്ചപ്പോൾ തന്നെയും എന്റെ അപ്പൻ അതറിഞ്ഞും കർത്താവ് എനിക്കത് സാധിച്ചു തന്നു. ഹല്ലേലൂയ. അങ്ങനെ കീബോർഡ് വായിക്കുവാനും വർഷിപ്പ് മിനിസ്ട്രിയിലേക്ക് കാല് വെക്കുവാനും കർത്താവിനെ സഹായിച്ചു. ഒത്തിരി ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ പാട്ടുകൾ തിരഞ്ഞെടുക്കുവാൻ, ഒത്തിരി പേര് അഭിഷേകത്തിലാകുന്നത് കാണുവാനൊക്കെ ഈ വർഷിപ്പ് മിനിസ്ട്രിയിലൂടെ കാണുവാൻ കർത്താവിനെ സഹായിച്ചു. പിന്നെ അവിടെ ചെന്ന് ചെയ്ത വേറൊരു മിനിസ്ട്രി ആയിരുന്നു, അവിടെ നമുക്കൊരു മെഡിക്കൽ ക്ലിനിക് ഉണ്ടായിരുന്നു. പ്രീ മെഡിക്കൽ സർവീസ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ മിനിസ്ട്രി എന്താണെന്നും, ഈ ഗാവില് ഒത്തിരി പേര് ഈ മുറിവ് കെട്ടാനും അങ്ങനെയുള്ള പല മിനിസ്ട്രികൾ ചെയ്യുവാനും കർത്താവ് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. പിന്നെന്താ ചെയ്ത മിനിസ്ട്രിയാണ് യൂത്ത് മിനിസ്ട്രി. അവിടെ നമുക്ക് ശനിയാഴ്ചകളിൽ, ഞാൻ ഇപ്പൊ പറഞ്ഞ ആസാമി ഭൂട്ടാൻ ബോർഡറിൽ ശനിയാഴ്ചകളിൽ 120ഓളം പിള്ളേർ എല്ലാ സാറ്റർഡേയും, മുസ്ലിംസ് ആയിട്ടുള്ളവർ, ഹിന്ദുസ് ആയിട്ടുള്ളവർ,
പല വിഭാഗത്തിലായിട്ടുള്ളവർ എല്ലാവരും അന്ന് കടന്നു വരുന്ന ഒരു സമയമായിരുന്നു ശനിയാഴ്ച. ആ ദിവസം ഒരു 120 പിള്ളേര് അന്ന് എല്ലാവരും കടന്നു വരുമായിരുന്നു. ഈ പിള്ളേർക്ക് എല്ലാം പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും കർത്താവിന്റെ വചനം പഠിപ്പിച്ചു കൊടുക്കുവാനും ഒരു സൺഡേ സ്കൂൾ ടീച്ചർ പോലെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാനും ഒക്കെ ദൈവം അന്ന് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. പിന്നെ ചിൽഡ്രൻസ് മിനിസ്റ്റർ ചെയ്തു. ഒത്തിരി പേർക്ക്, ഒത്തിരി യൂസ്, ഒരു 1500 യൂത്ത്സിന് ഉള്ള മീറ്റിംഗ് ക്രമീകരിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ആ ദേശത്ത് ഒരു 5 വർഷം നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആ ചർച്ചിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് 10 പേരായിരുന്നു അന്ന് ആ ചർച്ചിലുള്ളത്. അങ്ങനെ ദൈവം 5 വർഷം അവിടെ മിനിസ്റ്റർ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 100-ലധികം പേരെ കർത്താവ് ആ ചർച്ചിൽ തന്നു എന്നുള്ളതാണ്. പലവിധമായ സന്താളി ട്രൈബ്, ബോഡോ ട്രൈബ്, നേപ്പാളി ട്രൈബ് പറയുന്ന സ്ഥലങ്ങളിൽ, പറയുന്ന ട്രൈബുകളുടെ ആൾക്കാരുകളെല്ലാം അവിടെ വന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബോഡോ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബോഡോ ട്രൈബിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഹല്ലേലൂയ. ബോഡോ ട്രൈബിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ബോഡോ ട്രൈബ് എന്ന് പറയുന്ന നമ്മൾക്ക് ഒക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു തീവ്രവാദ സംഘമാണെന്നൊക്കെയാണ് നമ്മുടെ പണ്ട് ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷെ ബോഡോ ട്രൈബ് എന്ന് പറയുന്ന നല്ല ആൾക്കാരാണ്. അവരുടെ മെയിൻ പോയിന്റിലാണ് ഞാൻ ഇന്ന് ശുശ്രൂഷ ചെയ്തത്. ബൊങ്കേഗാവ് എന്ന് പറയുന്ന പ്രിയദാസൻ പറഞ്ഞു, ബൊങ്കേഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ബോഡോ ട്രൈബിന്റെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ ചർച്ചിൽ ഇപ്പോൾ അനേകം ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതുതായിട്ടുള്ള ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതുതായിട്ടുള്ള മിനിസ്ട്രി എക്സ്പീരിയൻസുകൾ കർത്താവ് ഈ ദിവസങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ചിൽഡ്രൻസ് മിനിസ്ട്രി ആയാലും യൂത്ത് മിനിസ്ട്രി ആയാലും അങ്ങനെ പലവിധമായ മിനിസ്ട്രി കർത്താവ് ഈ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് വേണ്ട, ഒന്നുമില്ലാതെ ഇങ്ങോട്ട് അയച്ചിട്ട് കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂണറൽ സർവീസ് പോലും ചെയ്യുവാൻ കർത്താവ് കഴിഞ്ഞ ദിവസം ഇടയാക്കി എന്നുള്ളതാണ്. അങ്ങനെ പലവിധമായ സർവീസുകളും എക്സ്പീരിയൻസുകളും ചെയ്യാൻ, മിഷൻ ഫീൽഡിലേക്ക് പലവിധമായ അനുഭവങ്ങൾ ചെയ്യുവാൻ, ഔട്ട്റീച്ച് മിനിസ്ട്രി ചെയ്യുവാനും കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇടയാക്കി. ഒത്തിരി പേർ കർത്താവിലേക്ക് തിരിയുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. ഒത്തിരി പേർ കർത്താവിനെ അറിയുന്നത് കാണുമ്പോൾ, ഒത്തിരി കുഞ്ഞുങ്ങൾ, ഞാൻ മിക്ക ആൾക്കാരും നമ്മുടെ ദൈവദാസന്മാര് മിക്ക ആൾക്കാരും കൺട്രോൾ വെക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി നമ്മുടെ യൂത്ത്സിന് ഒത്തിരി കൺട്രോൾ വെക്കാറില്ല. അവർക്ക് തോന്നുന്നതെല്ലാം എന്നോട് വന്നിട്ട് പറയാനുള്ള ഒരു ഫ്രീഡം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ പലവിധമായ യൂത്ത്സുകൾ, പലവിധമായ പ്രശ്നങ്ങളിൽപ്പെട്ട യൂത്ത്സുകൾ എൻ്റെ അടുത്ത് വന്ന്, ബ്രദർ എനിക്ക് ഇന്ന അഡിക്ഷൻ ഉണ്ട്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന മദ്യപാനത്തിന് അഡിക്ഷൻ ഉണ്ട് എന്നെല്ലാം എന്നോട് വന്നിട്ട് പറയുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ പല അഡിക്ഷൻസുകൾ മാറുന്നതെല്ലാം എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയാക്കി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയ ദൈവങ്ങളെ, ഈ ഒരു അഡിക്ഷനിൽ നിന്ന് എന്റെ ഈ കൈകൾ, ഞാൻ ഡ്രഗ്സും മദ്യപാനത്തിനും ഉപയോഗിച്ച കൈകളാണ്. പക്ഷെ ഇന്ന് ഈ കൈകൾ കർത്താവിനെ ആരാധിക്കാൻ, കീബോർഡ് വായിക്കാനും, ഇന്ന് ഈ കൈകൾ കർത്താവിന്റെ നാമം ഉയർത്താനും കർത്താവിനെ ഉപയോഗിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്നു. മമ്മി വീട്ടിൽ എല്ലാ ദിവസവും ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. ഈ വൈറ്റ് ബോർഡിൽ എല്ലാ ദിവസവും വാക്യം എഴുതി വെക്കും. രാവിലെ എഴുന്നേറ്റ് മമ്മി ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ മമ്മിക്ക് കിട്ടുന്ന ഒരു വാക്യം ആ വൈറ്റ് ബോർഡിൽ എഴുതി വെക്കും. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഞാൻ വൈറ്റ് ബോർഡ് ശ്രദ്ധിക്കാറില്ല. ഞാൻ അങ്ങനെ വൈറ്റ് ബോർഡിൽ വാക്യം വായിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീട് ലോക്ക് ചെയ്യുന്ന സമയത്ത് പ്രിയദേവദാസനെ ഈ വൈറ്റ് ബോർഡ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വൈറ്റ് ബോർഡിൽ എഴുതി വാക്യം ഇതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം: എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യവും പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷ തികക്കണമെന്നേ എനിക്കുള്ളൂ. ഈ വചനം അകത്തോട്ട് കയറിയിട്ടാണ് ആസാമിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. ഈ വചനം എന്റെ ജീവിതത്തിൽ വലിയൊരു ബലമായി മാറി. ഈ വചനത്തിന്റെ ആശയം പൗലോസ് പറയുന്നത് പോലെ കർത്താവിന്റെ വേല തികക്കണം എന്നുള്ള വലിയൊരു ഭാരത്തോടെ നോർത്ത് ഈസ്റ്റിലേക്ക് വരുവാൻ ഇടയായി. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ബാഗ് ഡ്രസ്സും എടുത്തിട്ടാണ് ആസാമിലോട്ട് ആദ്യമായിട്ട് എല്ലാ ദേവദാസന്മാരും അങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് വന്നത്. ചില ദേവദാസന്മാർ ഒന്നും എടുക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒഡീസയിലും യുപിയിലൊക്കെ പോയവരെ നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന് കർത്താവ് ഇന്ന് പലവിധമായ ശുശ്രൂഷകൾ, എക്സ്പീരിയൻസുകൾ എന്റെ ജീവിതത്തിലേക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, വളരെ സന്തോഷമുള്ളൊരു ജീവിതം, കർത്താവിൻ്റെ വേല ചെയ്യുക, കർത്താവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളത് വളരെ ആനന്ദകരമാണ് അല്ലേ? അതെ പാസ്റ്റർ. ശരിക്കും ഞാൻ പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ ഞാനും ഒരു
18 വയസ്സുള്ളപ്പോഴാണ് കർത്താവുമായിട്ട് ഒരു അടുപ്പത്തിലേക്ക് വന്നത്. അതിന് മുമ്പൊക്കെ സ്നാനപ്പെട്ടതാണെങ്കിലും ഒരു യഥാർത്ഥ മാനസാന്തര അനുഭവവും പെന്തക്കോസ്തൽ അനുഭവം ശരിക്കും അനുഭവിച്ചറിയുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ 18 വയസ്സിന് ശേഷമാണ്. എൻ്റെ ആ കാലമൊക്കെ ഓർത്ത് നമുക്ക് വളരെ ദൈവം റിയലായി മാറുകയാണ്. ദൈവം ഒരു അറിവിൽ നിന്ന്, ദൈവം ഒരു ആളുകൾ പറയുന്ന കഥയിൽ നിന്ന്, സൺഡേ സ്കൂളിൽ പഠിച്ച പാഠത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ മുറിക്കകത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു ദൈവം, നമ്മൾ അനുഭവിക്കുന്നൊരു സാന്നിധ്യം. എന്താ കർത്താവ് എന്നെ ഇത്രയും സ്നേഹിപ്പാൻ, അല്ലേ, അതെ ഈ പാസ്റ്റർ. യോഗ്യത എന്നൊക്കെ ചോദിക്കത്തക്കവണ്ണം ഒരു റിയാലിറ്റിയായി മാറുന്നൊരു അനുഭവം. പ്രിയപ്പെട്ട ദേവദാസൻ അത് പറഞ്ഞപ്പോൾ ഞാനും അനുഭവിച്ച ആ നല്ല കാലങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയായിരുന്നു. ശരിക്കും എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ അങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും. അതൊരു വേറിട്ട അനുഭവമാണ്. അങ്ങനെ അനുഭവിച്ചറിയാൻ തുടങ്ങിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതമൊക്കെ വളരെ ബലമുള്ളതായിത്തീരും, വളരെ അതെ പാസ്റ്റർ. എന്താ പറയുക, ശുഷ്കാന്തി ഉള്ളതായിത്തീരും. ആരും നമ്മളെ നിർബന്ധിക്കുകയൊന്നും വേണ്ട, പുറകെ നിന്നിട്ട് ഉത്സാഹിപ്പിക്കുകയൊന്നും വേണ്ട. ഒരു 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 ഭ്രാന്തമായ ആവേശത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ തലമുറയിൽ നിന്നും കർത്താവ് അനേക ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിക്കുന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. വിട്ടുപോയ എന്തെങ്കിലും ഭാഗമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് പറയാം, കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ ഭാഗവും ഈ പറഞ്ഞതുപോലെ, പാസ്റ്റർ പറഞ്ഞതുപോലെ അതൊരു വേറിട്ട ഒരു അനുഭവമാണ്. ഞാനും എല്ലാം നമ്മൾ ഈ വാച്ച് ചെയ്യുന്ന പല യൂത്ത്സിനോടും പറയാനുള്ളത്, ഇന്നും എന്നെ കേൾക്കുന്ന പല യൂത്ത്സുകളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് രണ്ടുപേർക്കും അറിയാം. പല സഭകളിലും ഇതുപോലത്തെ അഡിക്ഷൻ ആയിട്ടുള്ള, ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അടുത്തുള്ള ദൈവാസന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തൊന്ന് പോയാട്ടെ, അവരോടൊന്ന് തുറന്ന് സംസാരിച്ചാട്ടെ, ആ ദൈവദാസൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഗ്രഹിച്ചാട്ടെ. നിങ്ങൾക്ക് അകത്ത് അഡിക്ഷനുമായിട്ട് പോകാൻ ഒക്കുന്നില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും നന്നാവണം എന്ന് ഒരു പോയിന്റ് അകത്തൊരു ചിന്തയുണ്ടെങ്കിൽ, യെസ്, യു ക്യാൻ ഗോ ടു എ പാസ്റ്റർ. നിങ്ങൾക്ക് വളരെ ഫ്രീഡം ആയിട്ട് തോന്നുന്ന ഒരു ദൈവാസനോ ദൈവദാസിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി സംസാരിച്ചാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പലപ്പോഴും ചെറുപ്പക്കാർക്ക് പറ്റുന്നതേ, അവർക്ക് പാസ്റ്റർമാരുമായിട്ട് അങ്ങനെ ഒരു അടുപ്പം ഒരു കാത്തു സൂക്ഷിക്കുന്നില്ല. പിന്നെ കോൺഫിഡൻസോടുകൂടെ ചെന്ന് പറയാൻ പാസ്റ്റർമാരുടെ അവൈലബിലിറ്റി, ഈ പറഞ്ഞതുപോലെ പലയിടത്തും ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തന്നെ മടിയാണ് അങ്ങനെയുള്ള അതെ പാസ്റ്റർ. ദേവദാസന്മാരോട് ഒരുപക്ഷെ പോയി സംസാരിപ്പാൻ. പക്ഷേ യൂത്തിൻ്റെ ഒക്കെ ഇടയിൽ യൂത്ത് ലീഡേഴ്സ് തന്നെ ഉണ്ടാകണം, അവരെ മനസ്സിലാക്കുന്ന, അവർക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന യൂത്ത് ലീഡേഴ്സ് തന്നെ ഉണ്ടാകണം. അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ്. ദൈവം സഹായിക്കട്ടെ, ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. യെസ് പാസ്റ്റർ, എന്തായാലും പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രേക്ഷകരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി കർത്താവെ, അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ കർത്താവെ എല്ലാ എക്സ്പീരിയൻസും അനുഭവങ്ങളും എല്ലാം വീണ്ടും ഒന്ന് കർത്താവെങ്കിൽ ഉറപ്പിക്കുവാനെല്ലാം കർത്താവ് അങ്ങ് സഹായിക്കണമേ. പ്രേക്ഷകരായിരിക്കുന്ന പലവിധമായ പ്രശ്നങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവ് അഡിക്ഷൻസിലായിരിക്കുന്ന യൂത്ത്സുകളുണ്ട്. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. കർത്താവ്, അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എല്ലാം കർത്താവ് സ്വർഗത്തിലെ നന്മകളാൽ നിറച്ച് കർത്താവ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാന്തത കർത്താവ് ഈ ദിവസങ്ങൾ അങ്ങ് നൽകുന്ന വലിയ കൃപയോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വഴിയൊരുക്കുന്ന ദൈവമായിരിക്കും, നന്ദിയോട് സ്തോത്രം. യൂത്ത്സിനെ പ്രത്യേക കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യൂത്ത്സിന്റെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയ കൃപയോർത്ത് നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ പേരിലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താവദാസൻ ജിതിൻ തൻ്റെ പ്രിയമുള്ളവരുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരോട്, ഞങ്ങളെ കേൾക്കുന്ന ചെറുപ്പക്കാരോടെല്ലാം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ആഗ്രഹമുണ്ട് ദൈവത്തെ അനുഭവിച്ചെടുവാൻ. കർത്താവ് മറഞ്ഞിരിക്കുന്നവനല്ല, കർത്താവ് സംസാരിക്കുന്നവനാണ്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൈവം വ്യക്തിപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവമാ, സംസാരിക്കുന്ന ദൈവമാ, ഇടപെടുന്ന ദൈവമാ. ഞങ്ങളോട് സംസാരിച്ച ദൈവം
നിങ്ങളോടും സംസാരിപ്പാൻ വിശ്വസ്തനാണെന്ന് ചുരുക്കവാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.